ക്ഷേത്ര കമ്മിറ്റി കൺവീനർ ട്രഷറർ കൂടി നമുക്കിപ്പോൾ ഉണ്ട്. ശ്രീ ജയരാജ്, എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഒരു പ്രവർത്തകൻ അവിടുന്ന് അദ്ദേഹം പറയുന്നത് അവിടെ മുൻകാലങ്ങളിലും ഞങ്ങൾ ഇടാറുണ്ട്, ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല, പക്ഷേ ഇത്തവണ സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയപ്പോൾ മാത്രം വിവാദമായി. അതിന് പിന്നിൽ എന്താണ് നീക്കത്തിന് കാരണമായത്? എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ പരാതിയിലാണോ പോലീസിന്റെ നടപടി ഉണ്ടായത്? ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രവർത്തനത്തെ നമ്മുടെ സൈനികർ വിദേശ രാജ്യങ്ങളുമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ മിലിറ്ററി ഓപ്പറേഷനെ വളരെ ബഹുമാനപൂർവ്വം കാണുന്ന ഒരാളാണ് ഞങ്ങൾ ഭാരതീയർ അതിൽ അഭിമാനിക്കുന്നവരാണ്. പക്ഷെ ഇവിടുത്തെ വിഷയം മുതലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലുണ്ടായ വിഷയം അതല്ല. ക്ഷേത്രത്തിന്റെ ക്ഷേത്ര സഭയ്ക്ക് ക്ഷേത്രത്തിന്റെ ഭരണം നടത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭ അവിടെയുണ്ട്. ആ ക്ഷേത്ര സഭയാണ് അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ അത്തപ്പൂക്കളം ഇടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ 26-ാം തീയതി കൂടിയ കഴിഞ്ഞ മാസം 26-ാം തീയതി കൂടിയ ക്ഷേത്ര ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനിച്ചാണ് ക്ഷേത്രത്തിന്റെ മുൻപിൽ ഇത്തരത്തിൽ ക്ഷേത്രസഭയ്ക്ക് അത്തപ്പൂക്കളം ഇടാൻ തീരുമാനിക്കേണ്ടത്. എന്നാൽ അതിന് കുറെ നാളുകൾക്ക് മുമ്പായിട്ട്, കുറച്ച് നാളായിട്ട് അവിടെ വേറെ ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടെ അത്തപ്പൂക്കളം ഇടുന്നുണ്ടായിരുന്നു. അത് അത്തപ്പൂക്കളം അങ്ങനെ ഇടുമ്പോൾ അവിടെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പേരുകൾ എഴുതി വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മറ്റ് വിഭാഗങ്ങൾ അതിനകത്ത് അങ്ങനെ പാടില്ലെന്നും അവർക്കും ഇടണം എന്നുള്ള തരത്തിലേക്ക് ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് ക്ഷേത്ര ഭരണസമിതിയിലേക്ക് വരികയാണ് ചെയ്തത്. ഈ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് അവിടെ അതുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ്. ക്ഷേത്ര ഭരണസമിതി എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികൾക്ക് സ്വതന്ത്രമായി ആരാധന നടത്താനും സുഗമമായി പ്രാർത്ഥിക്കാനുമുള്ള അവസരങ്ങൾ ഒരുക്കാനും ക്ഷേത്ര ഭരണത്തെ നന്നായി കൊണ്ടുപോകാനുമാണ് ക്ഷേത്ര ഭരണസമിതി ഉള്ളത്. അപ്പൊ ഇങ്ങനെ ക്ഷേത്രസഭയിൽ ഇത്തരത്തിലൊരു സംഘർഷഭരിതമായ അന്തരീക്ഷം ഒഴിവാക്കാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം മുതൽ നമ്മൾ ക്ഷേത്ര ഭരണസമിതി നേരിട്ട് അവിടെ അത്തപ്പൂക്കളം അല്ലെങ്കിൽ ഈ പൂക്കളം ഒരുക്കാനുള്ള പ്രവർത്തനം കൊണ്ടുപോയി. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. ഇവരും നമ്മളുമായിട്ടൊരു ചെറിയ സംഘർഷം ഉണ്ടായി. അവർ ഇട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ അത് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഭാഗം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റു വിഭാഗങ്ങൾ ക്ഷേത്ര ഭരണസമിതിയുടെ അടുത്ത് പറയുന്ന അവർക്കും ഇടണം. അങ്ങനെ മൊത്തത്തിലൊരു സംഘർഷാവസ്ഥ അവിടെ ഉടലെടുക്കാതിരിക്കാൻ അവർ ഒഴിവാക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനവുമായി ക്ഷേത്ര ഭരണസമിതി മുന്നോട്ട് പോയത്. ഇതിനെ സംബന്ധിച്ച് പൂരാടത്തിനെന്ന് നമ്മൾ അവിടെ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ അതിനു മുൻപായിട്ട് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ അവിടെ തളിച്ചിടുകയും അത്തപ്പൂക്കളം ഇടാനായിട്ട് തളിച്ചിടുകയും മറ്റും ചെയ്തു. അതിൽ ഭരണസമിതിയിൽ തന്നെ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രതിനിധികളെല്ലാം തന്നെ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് ഈ അത്തപ്പൂക്കളം ഇടാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ക്ഷേത്രസഭാ പ്രസിഡന്റ് നേരിട്ട് ഇവർ ചെറുപ്പക്കാർ വന്ന പ്രതിനിധികളുടെ ആ പ്രതിനിധിയെ വിളിച്ചു പറഞ്ഞു അത് ഒഴിവാക്കണം, ക്ഷേത്രത്തിന് മുൻപിൽ സംഘർഷാവസ്ഥയിലേക്ക് പോകരുത്, തിരുവോണം അല്ലെങ്കിൽ ഓണം എല്ലാവരുടെയും ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രതീകമാണ്, അവിടെ നമ്മളൊരു സംഘർഷാവസ്ഥയിലേക്ക് പോകരുത് എന്ന് അദ്ദേഹത്തെ വിളിച്ച് ക്ഷേത്രസഭാ പ്രസിഡന്റ് അദ്ദേഹത്തെ വിളിച്ച് പറയുകയും പക്ഷെ അത് അദ്ദേഹം ശ്രമിക്കാം എന്ന് പറയുകയാണ് ചെയ്തത്. പക്ഷെ ഇത്തരം പ്രവർത്തനങ്ങളോട്ട് മുന്നോട്ട് പോയപ്പോൾ അത് തടയുന്നതിന് അവർക്കാർക്കും കഴിഞ്ഞില്ല. നമ്മൾ ഒരു ക്രമസമാധാന ഇഷ്യൂ ഉണ്ടാകരുത് എന്ന തരത്തിൽ തന്നെ CA ഓഫീസിൽ നിന്നും നമ്മളെ ഇങ്ങോട്ട് ബന്ധപ്പെടുകയും നമ്മൾ അവരെയും യഥാർത്ഥമായ കാരണങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ക്ഷേത്രസഭ തീരുമാനിച്ചത് ഒരു അത്തപ്പൂക്കളം അതെല്ലാവരുടെ ചേർന്നിടുന്നതിന് നമുക്കൊരു തടസ്സവുമില്ല എന്നാണ് ക്ഷേത്ര ഭരണസമിതി പറഞ്ഞത്. പക്ഷെ CA ഇതുമായി ബന്ധപ്പെട്ട് ശാസ്താംകോട്ട CA ഒരു ചർച്ചയ്ക്കായിട്ട് വിളിക്കുകയും ആ ചർച്ചയ്ക്കായി വിളിച്ചപ്പോൾ ഞങ്ങൾ ഈ ചെറുപ്പക്കാരെടുത്ത്, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരാണ്, ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ അടക്കം അവർ കൂട്ടായിട്ട് നിൽക്കുന്നവരാണ്. അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞത് നമുക്ക് കൂട്ടായി അത്തപ്പൂക്കളം ഇടാം. അപ്പൊ അവരതിന് തയ്യാറല്ല. അവർ തന്നെത്താൻ അത്തപ്പൂക്കളം ഇടാനാണ്. അപ്പൊ CAയുടെ സാന്നിധ്യത്തിൽ അവിടെ അതിന് തിരിച്ചു തന്നു. ഇത്ര സ്ഥലം ക്ഷേത്ര ഭരണസമിതിക്ക് അത്തപ്പൂക്കളം ഇടാനും ബാക്കിയുള്ള സ്ഥലം നിങ്ങൾ ഇടാനും പറഞ്ഞു. അങ്ങനെ അത്തപ്പൂക്കളം ഇടുകയും ഒക്കെ ചെയ്തപ്പോൾ ഇതെല്ലാം കുറച്ച് നാളായിട്ട് ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള ക്ഷേത്രത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് സംഘർഷാവസ്ഥ ക്രമീകരിക്കുന്ന ഒരു കൂട്ടമായിട്ട് മാറുന്നുണ്ട്. അത് ദൗർഭാഗ്യകരമായൊരു സംഭവമാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രവർത്തനവുമായിട്ട് എന്നതിനെ ഒഴിവാക്കാനായിട്ട് ഒരു ചർച്ച ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അത്തരത്തിലുള്ള സൈനികരുടെ വളരെ ബഹുമാനപൂർവമായ പ്രവർത്തനത്തെ ആദരിക്കുകയും അതിനെ ബഹുമാനപൂർവ്വം കാണുന്ന ആൾക്കാരാണ്, ഭാരതീയനാണ് ഞങ്ങളെല്ലാവരും. ശ്രീ ജയരാജ്, ഇത് ബോധപൂർവമായി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമം നടന്നു, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്? അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങളുണ്ട്. അത് എന്തുകൊണ്ടാണ് ഒരു കൂട്ടം ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറുവിഭാഗക്കാർ സംഘടിച്ചു വരുന്നു. അങ്ങനെ വരുമ്പോൾ ഭരണസമിതിക്ക് എല്ലാവരെയും തുല്യമായി കണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതാണ് അവിടെ ഉണ്ടായ യഥാർത്ഥ സംഭവം. അതായത് ഇത്തവണ ക്ഷേത്ര ഭരണസമിതി നേരിട്ട് പൂക്കളം ഇടാനുള്ള തീരുമാനമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇവരുടെ സംഭവം ഉണ്ടായത്. പൂർണ്ണമായ അനുമതി ഇല്ലാതെ തന്നെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണോ? അതെ അതെ അതെ. ഓക്കെ.
അതിനുശേഷം ഇതിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് അതിവിടെ ഇട്ടതാണ് പ്രകോപനത്തിന് കാരണമെന്നതാണ് BJPയും സംഘപരിവാർക്ക് ഉന്നയിക്കുന്ന ആക്ഷേപം. RSS ഒക്കെ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറും ഇതുമായി ഒരു ബന്ധമില്ല, അങ്ങനെ ആ വാദമാണോ നിങ്ങളുടേത്? ശ്രീ അനിൽകുമാർ അനിൽകുമാർ നമുക്കൊപ്പം തുടരുന്നത്. ശ്രീ അനിൽകുമാർ, ക്ഷേത്ര ഭരണസമിതി അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് ഒരു അനുമതിയുമില്ലായിരുന്നു, മറിച്ച് ബോധപൂർവമായ ചില ശ്രമങ്ങൾ ഉണ്ടാക്കാൻ നീക്കമുണ്ടാകുന്നതാണ്. അങ്ങനെയെങ്കിൽ താങ്കൾ പറഞ്ഞ ആ വാദത്തിനോടൊപ്പം നിൽക്കുന്നതാണ് ക്ഷേത്ര ഭരണസമിതിയുടെ പ്രതികരണം. അല്ല, ഇപ്പം മനസ്സിലായില്ലേ, ഗുണ്ടായുസമാണ്. അതായത് ക്ഷേത്രത്തിന് മുന്നിൽ എല്ലാവരും വരണ്ടേ, അതിന് പകരം കുറെ ചെറുപ്പക്കാർ കൂടുക. RSS കഴിഞ്ഞ കൊല്ലവിടൊക്കെ RSS എഴുതി വെച്ചിരുന്നു. അവിടെ കമ്മിറ്റിക്കാർ പറഞ്ഞു അങ്ങനെ ഒരു പൂക്കളം, ഒരു വിഭാഗീയ പൂക്കളം വേണ്ട, ഇട്ടാൽ എല്ലാവരും നമുക്ക് കമ്മിറ്റിക്കാർക്കെല്ലാം കൂടി ഇടാം. ഇവര് കുറെ പേര് കൈക്കരുത്ത് കാണിച്ച് അവിടെ പോയിട്ട് ഒരു പൂക്കളം ഉണ്ടാക്കി. എന്നിട്ട് അതിന്റെ ഇടയിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വെച്ചു. എന്തിനാ സിന്ദൂർ? സൈന്യത്തോടുള്ള ബഹുമാനം കൊണ്ടാണോ? ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുകയാണ് ഈ RSS ചെയ്തത്, വിവാദത്തിലാക്കുക. പാകിസ്ഥാനെ സഹായിക്കുന്ന പണി RSS കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനെ പണ്ടും RSS സഹായിച്ചിട്ടുണ്ട്, അതിന്റെ ചരിത്രം കൂടെ കേട്ടോ. രാജാ ഹരിസിംഗ് പാകിസ്ഥാനിൽ ചേരാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ RSS രാജാ ഹരിസിംഗിന്റെ കൂടിയായിരുന്നു. പാകിസ്ഥാൻ കടന്നു കയറിയപ്പോൾ ഇന്ത്യ സർക്കാർ ഉണ്ടാക്കിയ ഇന്ത്യൻ പട്ടാളത്തിന്റെ പോസ്റ്റ് ആക്രമിച്ചവരാണ് RSS. പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്ന് പോയിട്ട് ഇന്ത്യൻ പട്ടാളത്തെ ആക്രമിച്ചവരാണ്. അതാണ് RSSന്റെ ചരിത്രം. അതുകൊണ്ട് RSS ഒക്കെ സൈന്യത്തിന്റെ പേരിലൊന്നും അധികം വേഷം കെട്ടേണ്ട കാര്യമില്ല. വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം RSS നടത്തിയത് നിർത്തണം. ഞാൻ ആ ശാസ്താംകോട്ട CIയുടെ നിലപാടിനെ ചോദ്യം ചെയ്യുന്നു. ശാസ്താംകോട്ട CI ആരാ? CIക്ക് എന്നാ കാര്യം പകുതി സ്ഥലത്ത് RSS വരച്ചോളം പറയാൻ? CIയുടെ തറവാട്ട് സ്വത്താണോ അത്? അവിടെ പറഞ്ഞു പകുതി സ്ഥലത്ത് RSS വരച്ചോട്ടെന്ന് CI പറഞ്ഞു. ആ CIയുടെ പേര് നടപടി എടുക്കണം. അങ്ങോട്ട് പോലീസ് ഉദ്യോഗസ്ഥനും അധികാരമില്ല. RSSനെതിരെ വിളയാൻ വേണ്ടി അമ്പലമിട്ടിട്ട് അതിര് വരച്ചു കൊടുക്കാൻ CIക്ക് എന്നാ കാര്യം? അങ്ങനെ CI ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത്. RSSന്റെ ദാസനായിട്ടാണ് ശാസ്താംകോട്ടയിലെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചതെന്നാണ് ഇദ്ദേഹം പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസിന്റെ പണി അതല്ല. അതുകൊണ്ട് പോലീസ് ഈ കടന്നുകയറ്റം നടത്തിയവർക്കെതിരായി നിയമ നടപടി സ്വീകരിക്കണം. വല്ലവരുടെ രംഗത്തല്ല RSSന്റെ പൂക്കളം ഉണ്ടാക്കേണ്ടത്. അമ്പലം സമാധാനത്തിനുള്ള സ്ഥലമാണ്. അതാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. കേരളത്തെ മുട്ടിക്കാനാണ് ഈ RSS ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതാണ് ബോധ്യമാകുന്നത്. ശരി. ശ്രീ RV ബാബു ഉണ്ട്, ഹിന്ദു ഐക്യവേദി. ശ്രീ RV ബാബു, ബോധപൂർവമായി ക്ഷേത്രത്തിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, അവിടെ അനുമതി ഇല്ലാതെ തന്നെയാണ് ഈ പൂക്കളമിടാൻ എത്തിയത് എന്നതാണ് അല്പസമയം മുമ്പ് ക്ഷേത്ര ഭരണസമിതി അടക്കമുള്ളവർ വ്യക്തമാക്കിയ കാര്യം. ഒപ്പം തന്നെ ആ പൂക്കളമിട്ട വ്യക്തി തന്നെ പറയുന്നതും അതിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ്. പൂക്കളമിട്ട ആള് പറഞ്ഞത് എല്ലാ വർഷവും ഇടാറുണ്ട്, ഞങ്ങൾ ഇത്തവണയും അതേപോലെ ഇട്ടു എന്നാണ്. ക്ഷേത്രം എല്ലാവരുടേതാണ്. അത് CPMന് തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല ക്ഷേത്രം. CPM ആരാണ് ഇതൊക്കെ പറയാനായിട്ട്? നാട്ടിൽ മുഴുവൻ കലാപം ഉണ്ടാക്കാനും കത്തിക്കുത്ത് നടത്തി കാട്ടാളത്ത് നടപ്പാക്കുന്ന ഒരു പാർട്ടി. ആ പാർട്ടിയുടെ നേതാവ് എന്തെങ്കിലും അത്തപ്പിത്ത വിളിച്ച് കുറച്ച് പറഞ്ഞാൽ അതൊക്കെ കേൾക്കാനായിട്ട് എനിക്ക് സൗകര്യപ്പെടില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? CPMന്റെ നിലപാട് എന്താണ്? ഗുരുപൂജ നടത്തുന്നത്, ഗുരുവിനെ പോലും കുഴിമാടം ഉണ്ടാക്കി, ഗുരുവിനെ ഇപ്പൊ ഈ അടുത്ത ദിവസമല്ലേ നമ്മൾ ഇടുക്കിയിൽ നിന്ന് ഒരു വാർത്ത കേട്ടത്, ആ പ്രിൻസിപ്പളിനെ പോക്സോ പീഡന കേസിൽ പെടുത്തി 3 വർഷം ജയിലിലടച്ചു. SFIക്കാരാണ്. ഈ മാന്യന്റെ പാർട്ടിയാണ് ഇതൊക്കെ ചെയ്തത്. ഗുരുവിനെ പൂജിക്കുന്ന ആ പാരമ്പര്യം ഉള്ള ഈ നമ്മുടെ നാട്ടിൽ ഗുരുവിനെ കുഴിമാടം ഒരുക്കുക, ഗുരുവിനെ ജയിലറ ഒരുക്കുക, ഇതൊക്കെയല്ലേ ഇവരുടെ പരിപാടി. ഭാരതമാതാവിന്റെ കാര്യം വന്ന സമയത്ത് ആ ഭാരതാംബയുടെ വിഷയത്തിൽ ഇവരുടെ നിലപാടെന്തായിരുന്നു? ഇവരെല്ലാ കാലവും രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരുന്ന ഒരു പാർട്ടിയല്ലേ. രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മാത്രമല്ല, നാടിന് ഒറ്റുകൊടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുമായിട്ട് ചങ്ങാത്തം കേരളത്തിൽ പിടിച്ചു കെട്ടാൻ പറ്റുന്ന ഒരു കുഞ്ഞും ഇപ്പൊ CPMനകത്തില്ല. പണ്ട് ഈ അനുമതി ഇല്ലാതെ ക്ഷേത്രത്തിൽ ഇടാൻ വന്നത് തടഞ്ഞല്ലോ ഇപ്പൊ പോലീസ്. അല്ല, പോലീസ് തടയട്ടെ, പോലീസ് നിയമപരമായിട്ട് നേരിടട്ടെ, അതിനൊന്നും ഞങ്ങൾ ആ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കോളാം. പ്രശ്നം ഇവർക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോൾ കലികളകും, ഇവർക്ക് ഭാരതാംബ എന്ന് കേൾക്കുമ്പോൾ കലികളകും, ഇവർക്ക് ഗുരുപൂജ എന്ന് കേൾക്കുമ്പോൾ കലികളകും. കാരണം ഭാരതമായിട്ടുള്ള എല്ലാ സാംസ്കാരിക മാനബിന്ദുക്കളുടെ പേര് കേൾക്കുമ്പോഴും കലികളക് ഇവർക്ക്. ഇവർക്ക് ചെഗുവേര, ആ കഞ്ചാവ് അടിച്ച് നടക്കുന്ന ചെഗുവേരയുടെ ചിത്രം ഗണേശോത്സവത്തിൽ ഉയർത്താനായിട്ട് ഇവർക്ക് ആരധികാരം കൊടുത്തു? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ ക്ഷേത്രങ്ങളിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസമല്ലേ ഹൈക്കോടതി എടുത്തിട്ട് കുടഞ്ഞത് ഇവരെ? എന്താണ്? ക്ഷേത്രത്തിൽ ചെങ്കൊടി ഉയർത്തുക, ക്ഷേത്രത്തിൽ ചെഗുവേരയുടെ ചിത്രം വെക്കുക, ക്ഷേത്രത്തിൽ ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുക, ക്ഷേത്രത്തിൽ വിപ്ലവ ഗാനം പാടുക, ഇതൊക്കെ പള്ളിയിൽ വെച്ചാൽ മതി എന്ന് ഹൈക്കോടതി പറഞ്ഞില്ലേ?
അത് ഞങ്ങൾ മടക്കി കയ്യിലിട്ട് വെച്ചോളാൻ പറഞ്ഞില്ലേ? അപ്പൊ അതുകൊണ്ട് RSSന് പ്രവർത്തിക്കാനും RSSനും കാര്യങ്ങൾ നടത്താനും ഒന്നും CPMന്റെ ഒരു തിട്ടൂരം വേണ്ട. അങ്ങനെ വല്ല തിട്ടൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ 4 മടക്കി AKI സെന്ററിലൊക്കെ വെച്ചാൽ മതി. ഇവിടേക്കും കിട്ടണ്ട. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കുറെ നാളായി ശ്രമിക്കാൻ തുടങ്ങിയിട്ട്. എവിടെ എത്തി നിങ്ങൾ? എവിടെ എത്തി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്? എവിടെ എത്തി? 4 സീറ്റ് പോലും ഇല്ലല്ലോ ഇന്ത്യ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് അയക്കാൻ. എന്നിട്ട് കിടന്ന് ബലം പിടിക്കുന്നോ? ശരി, അനിൽകുമാറിന്റെ ഒരു മറുപടി നൽകാം. ശ്രീ അനിൽകുമാർ, താങ്കൾ ലൈനിലുണ്ടെങ്കിൽ ഒരു മറുപടി കൊടുക്കാം. ശ്രീ അനിൽകുമാർ കട്ടായിരിക്കും. എന്തായാലും ഈ വിഷയത്തിൽ കട്ടാക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. ശരി, എന്തായാലും ഈ വിഷയത്തിൽ ക്ഷേത്രഭൂമിയിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി പൂക്കളം അനുമതിയില്ലാതെ പൂക്കളം വരയ്ക്കാനെത്തി പോലീസ് തടഞ്ഞു. ഇതാണ് ക്ഷേത്ര ഭരണസമിതി നൽകുന്ന വിശദീകരണം. പക്ഷേ RSSന്റെ വാദം അതല്ല, ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയാണ് പ്രശ്നം എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തം, അവിടെ അനുമതിയില്ല. പക്ഷേ മുൻകാലങ്ങളിൽ അനുമതിയില്ലാതെയാണ് വരച്ചിരുന്നതെന്നാണ് വാദം. ക്ഷേത്രത്തിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആര്? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. അവിടെ പല ക്ഷേത്രങ്ങളിലും കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ച് തർക്കങ്ങളുണ്ട്. CPMും ഒപ്പം തന്നെ RSSും BJPയുമാണ് 2 ഘട്ടങ്ങളിൽ നിന്നുകൊണ്ടുള്ള പോരടി നടക്കുന്നത്. അവിടെ മുമ്പും ചില വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്.